ഹായ് ഫ്രണ്ട്സ്, എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിവിടെ 2 ദിവസമില്ലായിരുന്നു. വന്ന് നോക്കുമ്പോൾ എൻ്റെ ചെടികൾ കണ്ടില്ലേ, പുഴു തിന്ന് തീർത്ത്. പുഴു ഉണ്ടെന്ന് മനസ്സിലാവുന്ന അടിയിൽ നോക്കിയാൽ മതി. ചെടീൻ്റെ അടിയിൽ നിറയെ കടുമണി പോലെയുള്ള കറുപ്പ് കളർ അതിൻ്റെ കാഷ്ടം കാണാം. പിന്നെ മേലെ ചെടിയൊന്ന് പിടിച്ച് നോക്കിയാൽ കാണാം അതിന് പറ്റി പിടിച്ച് നിൽക്കുന്നത്. കണ്ടില്ലേ എന്തൊരു വലിപ്പം. ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ചെടി തിന്നങ്ങ് തീർക്കും. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ചെടിയെ തന്നെ കാണില്ല. കത്രിക കൊണ്ടുവന്ന് കമ്പ് വെട്ടി, എനിക്ക് പുഴുവിനെ പിടിക്കാൻ അങ്ങനെ കഴിയുള്ളൂ. കമ്പ് വെട്ടിന്ന് വിചാരിച്ചിട്ട് പ്രശ്നമില്ല, അത് പുതിയ ചെടിയാക്കി മാറ്റാം. ഇത് കുക്കുംബറും പുഴു തിന്ന് ഇലകളൊക്കെ തിന്ന് തീർത്ത്. 2 ദിവസമേ ഞാൻ ഇല്ലാത്തതുള്ളൂ. മുറ്റാണെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞ് നിറയെ പൂക്കളാണ്. ദിവസം അടിച്ച് വാരിയില്ലെങ്കിൽ മുറ്റത്തിൻ്റെ സ്ഥിതി ഇതാ. എല്ലാം അടിച്ച് വാരി സമയം തെറ്റിയിട്ടുണ്ട്, ഉച്ചയായി. ഈ അടിച്ചു വാരി കിട്ടുന്ന ചവറുകളെല്ലാം ഞാൻ ബക്കറ്റിലിട്ട്, ബക്കറ്റ് നിറയുമ്പോൾ ഞാനൊരു ചാക്കിലേക്ക് മാറ്റും. പിന്നീട് ചെടിയെല്ലാം നടുമ്പം ആ പോട്ടിലേക്ക് അതിട്ടാൽ മതിയല്ലോ, നല്ലൊരു വളം കൂടിയാണ്. എന്നാൽ പരിസരം വൃത്തിയാവും, ചെടികൾക്ക് ഒരു വളവുമാവും. ഹാങ് ചെയ്ത ചെടി കണ്ടില്ല, അതും വാടിപ്പോയി. അതെല്ലാം നനച്ചു. താഴെ പോട്ടിലുള്ള ചെടികളെല്ലാം നനച്ച്. മഴ പെയ്തത് കൊണ്ട് അത്ര അങ്ങോട്ട് വാടിയില്ല. മുറ്റടിച്ച് വാരിയ കണ്ടില്ലേ, എല്ലാം വൃത്തിയായി. പുഴു തിന്ന ചെടീൻ്റെ ചുറ്റും ഒന്ന് ചെത്തി വൃത്തിയാക്കുക. വൃത്തിയാക്കിയില്ലെങ്കിൽ പുഴുക്കൾ വേഗം വരും. കമ്പ് വെച്ച് രണ്ടും കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ആ കെട്ടിയ ബലത്തിൽ അവിടെ നിന്നാൽ പിന്നെ നിറയെ തളിര് വരും. തളിര് വന്നാലോ പൂക്കൾ കൊണ്ട് നിറയും. ആ കമ്പ് വെട്ടിയത് ഞാൻ വേറെ ചെറിയൊരു പോട്ടിലാക്കി നടുക. പോട്ടിലാക്കി നട്ട് വലുതായാൽ വലിയ പോട്ടിലേക്ക് ആക്കിയാൽ നല്ല അടിപൊളി ചെടിയായി മാറും. കമ്പ് നട്ട് ഉണ്ടാക്കുന്ന ചെടിയായത്. വിത്ത് മുളച്ചും ഉണ്ടാകും, പക്ഷേ കമ്പാണ് ഏറ്റവും നല്ലത്. വേഗം തളിരിടാനും പൂക്കൾ ഉണ്ടാവാനും. ഇത് ബോഗൺവില്ലയാണ്. ബോഗൺവില്ലയ്ക്ക് മറ്റ് ചെടികളെ പോലെയുള്ള ശല്യങ്ങളൊന്നുമില്ല, കീടങ്ങളെ. ധാരാളം വെയിൽ കിട്ടിയാൽ മതി. എത്ര വെയിൽ കിട്ടുന്നോ സൂര്യപ്രകാശം അത്രയ്ക്കും ഈ ചെടിക്ക് നല്ലതാണ്. രോഗബാധ അങ്ങനെ അങ്ങ് ഏൽക്കൂല. നമ്മളിപ്പോൾ ഒരാഴ്ച അല്ലെങ്കിലും ഈ ചെടിക്കൊന്നും പ്രശ്നമൊന്നുമില്ല. ഇടയ്ക്ക് നനച്ചു കൊടുത്താൽ മതി. ഇതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ വിശന്ന് തളർന്നു. വേഗം അടുക്കളയിൽ പോയി മീൻകറി റെഡിയാക്കി, പയറ് തോരൻ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കാൻ പോവുക. വിശന്ന് പോയി. നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി ഭക്ഷണം കഴിച്ചിട്ടാണ് ബാക്കി പണികൾ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കുക ചെയ്യണം. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അടുക്കള കുട്ടപ്പനാക്കി, പാത്രമെല്ലാം കഴുകി കുട്ടപ്പനാക്കി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.